പുതിയ ഡീൽ അത് പറയാനാണ് ഞാൻ അതിനാണ് വിളിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാന് ഈ വീക്കിലി, അതായത് ഇപ്പം 3-ാം തീയതി തൊട്ട് 4 ദിവസത്തിന് ഞാൻ അവിടെ ഉണ്ടാവില്ല. 4-ാം തീയതി തൊട്ട് 4, 5, 6, 7, 8 4 ദിവസവും ഞാൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളെ അറിഞ്ഞിട്ടില്ല. അത് കുട്ടികളോട് പറഞ്ഞു നോക്കിയാൽ കുട്ടികളെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് നോക്കാം. 2 ദിവസം ഇവിടെ ഇല്ലാതായിട്ട് തന്നെ ഭ്രാന്തേക്കണായിട്ട് എനിക്ക്. എന്താ പരിപാടി കൂടി? ഞങ്ങൾക്ക് ഒരു കാര്യം വന്നിട്ടേ, ഒരു സർപ്രൈസ്. എനിക്ക് സർപ്രൈസ് ആണോ? ഇങ്ങോട്ട് അപ്പിജി പറഞ്ഞുതരാം. അപ്പിജി അവിടെ നിന്നാലോ ഇങ്ങോട്ട് നല്ല സർപ്രൈസ് കറക്റ്റ് കിട്ടുള്ളൂ. ഇങ്ങോട്ട് പിന്നെ കണ്ണിയും വേണ്ട, കണ്ണൊന്നും വേണ്ട, കണ്ണിയും വേണ്ട, നിങ്ങൾ കൈ നിൽക്കും വേണ്ട. ഞാൻ പറയണത് വ്യക്തവും സ്പഷ്ടവുമായിട്ട് കേട്ടാ മതി. ഓക്കെ? അതെ. അപ്പൊ ഞാനൊരു പുതിയൊരു കാര്യം അനൗൺസ് ചെയ്യാൻ പോണു. എന്താണ്? എനിക്ക് ഗസ് ഉണ്ടാ? കാറല്ല, കാർ നമ്മൾ എടുക്കും, അത് വേറെ വിഷയം. കാറല്ല, അടുത്ത് സ്കൂട്ടിയോ? ആ, ഞാന് 4 ദിവസത്തിന് ഇവിടുന്ന് പോവാണ്. ഐഷബേബി പറഞ്ഞു. ആ, അത് മൂന്നാർക്കല്ല, എനിക്ക് പല സ്ഥലത്തും പോകണം. ഞാൻ 4 ദിവസത്തിന് ഇവിടുന്ന് പോവാണ്. മാറിക്കുന്നു കരിയുന്നു. 4 ദിവസം കഴിഞ്ഞിട്ട് എന്താ വേണ്ട? ഈ മൂന്നാർ മാത്രല്ലാണ്, ഇത് വേറൊരു പരിപാടിയാണ്. ബിസിനസ് ടൂർ. അല്ല പിന്നെ അപ്പൊ പോവല്ലേ നിങ്ങളെ കുട്ടിട്ട്? ഇന്നലെ രാത്രി പോയി ഒന്ന്. ഇനിയാന്ന് പോയിട്ട് ഇന്നല്ല ഇന്നിവിടെ ഉണ്ടാവും, നാളെ ഇവിടെ ഉണ്ടാവും. മറ്റന്നാ സൺഡേ തിങ്കളാഴ്ച രാവിലെ പോകും. തിങ്കളാഴ്ച മോർണിംഗ് പോകണമെന്ന് നമുക്ക് നാട്ടിൽ പോവായിരുന്നില്ലേ? അപ്പൊ ഇവിടുത്തെ പേഷ്യന്റിനൊക്കെ ഈ നോക്കുവോ? എനിക്ക് നാട്ടിൽ പോക്ക് മാത്രമേ എന്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഈ പേഷ്യന്റ്സിന് എത്ര പേഷ്യന്റ് ഉണ്ട്? 4, 5 ഫാമിലി ഉണ്ട്. 5 ഫാമിലി, 3 അവിടെ, 3 അവിടെ, 6, 2 രാജഗിരി. ഇങ്ങനെ എത്ര പേഷ്യന്റ് എടുക്കുന്നുണ്ട്? ഇതൊക്കെ ആരെ നോക്കുക? ഞാൻ ഇന്ന് ഇരിക്കണേന്ന് നോക്കണ്ട. ഇന്ന് ഇരിക്കണേന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് അവിടെ ഇതിൽ കയറിയിരിക്കണേ, സർജറിക്ക് കയറിയിരിക്കണേ, അവിടെ പ്രശ്നമില്ല. അതുകൊണ്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. മനസ്സിലായ? അപ്പൊ ഞാൻ പോകട്ടോ. ആ, നമുക്ക് നോക്കാം.